ബിസിനസ്സുകാരിയും അതിസമ്പന്നയുമായ വത്സലാമ്മയുടെ വലിയ വീട്. രാത്രിയിൽ നല്ല ഉറക്കത്തിലായിരുന്ന അവർ പെട്ടെന്നാണ് എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത്. ഒരു വിറയലോടെ ഞെട്ടിയെണീറ്റ അവർ ആകെ വിയർക്കുകയായിരുന്നു. വത്സലാമ്മയുടെ മോനായ അഭിറാമിനെ ആരോ ബലമായി തടഞ്ഞുവെച്ച് ഉപദ്രവിച്ചുകൊണ്ട് ചില മുദ്രപത്രങ്ങളിലൊക്കെ ഒപ്പുവെപ്പിക്കുന്നതായിരുന്നു വത്സലാമ്മ സ്വപ്നത്തിൽ കണ്ട രംഗം. ആകെ വല്ലാതായിപ്പോയ അവർ രണ്ടു കൈകൊണ്ടും അവരുടെ മുഖമൊന്ന് അമർത്തി തുടച്ചു. എന്നിട്ട് കട്ടിലിന് അരികിലുള്ള കബോർഡിലേക്ക് കൈനീട്ടി ജഗ് എടുത്തു. അല്പം വെള്ളം കുടിക്കാനായി ജഗ് വായിലേക്ക് ചരിച്ചപ്പോഴാണ് അതിൽ വെള്ളമില്ലെന്ന് മനസ്സിലായത്. ശരിക്കും തൊണ്ട പൊട്ടുന്ന പോലെ തോന്നിയ അവർ കുടിക്കാൻ കുറച്ച് വെള്ളമെടുക്കാൻ പോകാനായി കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. റൂമിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റെപ്പിനടുത്തേക്ക് പതിയെ നടന്നു. വത്സലാമ്മ സ്ഥിരമായി താഴെ മുറിയിലാണ് കിടക്കാറുണ്ടായിരുന്നത്. മുകളിലെ നില മുഴുവനായും മകൻ അഭിറാമിന്റെ ഏരിയയാണ്. അവൻ മാത്രമേ മുകളിൽ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഇന്ന് വത്സലാമ്മയുടെ മുറിയിലെ AC വർക്ക് ചെയ്യാതിരുന്നതുകൊണ്ടും നല്ല ചൂടുകാലമായതുകൊണ്ടും മുകളിലെ ഗസ്റ്റ് റൂമിലേക്ക് മാറിക്കിടക്കുകയായിരുന്നു. സ്ഥിരമായി കിടന്നു ശീലിച്ചിടത്ത് നിന്ന് പെട്ടെന്ന് മുറി മാറിക്കിടന്നതിന്റെ ഒരു അപാകത വത്സലാമ്മയ്ക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ ഒരു സ്വപ്നവും. അവർ സ്റ്റെപ്പിനടുത്തേക്ക് നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മോന്റെ റൂമിൽ നിന്ന് പതുങ്ങിയ സംസാരം കേൾക്കുന്നത്. ഈ സമയത്ത് ഇവനിതാരോടാ സംസാരം? സ്റ്റെപ്പിനടുത്തു നിന്നും മെല്ലെ അബിയുടെ റൂമിനടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അവന്റെ മുറിയുടെ വാതിൽ മുഴുവനായി അടച്ചിട്ടില്ലായിരുന്നു. ഏകദേശം 1/4 ഭാഗത്തിലധികം ചാരിയിട്ടിട്ടുണ്ട്. പക്ഷേ ലോക്കല്ല. വാതിൽ കട്ടിലിനും വാതിലിനും ഇടയിലൂടെ ചെറിയൊരു വെളിച്ചവും കൂടെ കണ്ടപ്പോൾ വത്സലാമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവർ മെല്ലെ ഒന്നുകൂടി ആ മുറിക്ക് അടുത്തേക്ക് നടന്നു. മുറിയുടെ വാതിലിനോട് അടുത്തു ചെല്ലും തോറും മുറിയിൽ നിന്നുള്ള സംസാരത്തിന്റെ ശബ്ദം കൂടിക്കൂടി വരുന്നതായി അവർക്ക് തോന്നി. അഭിറാമിന്റെ ശബ്ദത്തിനൊപ്പം കേൾക്കുന്നത് ഒരു പെൺകുട്ടിയുടെ സംസാരമാണെന്ന് കേട്ടപ്പോൾ വത്സലാമ്മയുടെ ശരീരം ആകെ ഒന്നുകൂടെ വിയർത്തു. കാരണം ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത മോന്റെ റൂമിൽ നിന്നും അർദ്ധരാത്രി അസമയത്ത് ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? വാതിലിന് അരികിൽ ചെന്ന അവർ വാതിലൊന്ന് മെല്ലെ തുറന്നു നോക്കിയതും മോന്റെ ബെഡ്റൂമിലെ ആ കാഴ്ച കണ്ട് വത്സലാമ്മ ആകെ ഞെട്ടിത്തരിക്കുകയാണ് ഉണ്ടായത്. മോന്റെ കൂടെ കട്ടിലിൽ ഏതോ ഒരു പെൺകുട്ടി കിടക്കുന്നു. രണ്ടുപേരും പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. ഇറക്കമില്ലാത്ത ഒരു ട്രൗസറും കൈയില്ലാത്ത രീതിയിലുള്ള എന്തോ ഒരു വസ്ത്രവും ധരിച്ച ഒരു പെൺകുട്ടി അഭിറാമിന്റെ ദേഹത്ത് കയറി ഇരിക്കുകയാണ്. അവന്റെ താടിയിലും മൂക്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് അവനോട് എന്തൊക്കെയോ കൊഞ്ചി കുഴയുന്നുണ്ട്. അവൻ അവളെ ഇടയ്ക്ക് ഉമ്മ വെക്കാൻ നോക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രംഗം ഒന്നുകൂടെ വ്യക്തമായി കണ്ടതും വിറയൽ കൊണ്ട് ജഗ് താഴെ വീഴുമെന്ന് അവർക്ക് തോന്നി. അവരിനി തന്നെ കണ്ടാലോ എന്ന് പേടിച്ച് അവർ ജഗ്ഗിൽ പിടുത്തം മുറുക്കിക്കൊണ്ട് പതിയെ കാലുകൾ പിറകോട്ട് വെച്ചു. എത്ര ആലോചിച്ചിട്ടും എന്താണ് അവന്റെ മുറിയിൽ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല. പൊതുവെ താഴത്തെ നിലയിൽ കിടക്കാറുള്ള താൻ രാത്രി ഉറങ്ങാനായി മുറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്തിട്ടേ അറിയാറുള്ളൂ. കുടിക്കാനുള്ള വെള്ളവും ഇടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള ബിസ്ക്കറ്റും മറ്റ് അത്യാവശ്യ മരുന്നുകളുമെല്ലാം മുറിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടാണ് അകത്തു കയറി വാതിൽ അടയ്ക്കാറുള്ളത്. ഒരിക്കലും മുകളിലെ നിലയിൽ ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വന്നിട്ടില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ മോന്റെ ലീലാവിലാസങ്ങൾ ഒന്നും ഇന്നുവരെ അറിഞ്ഞിട്ടുമില്ല. ഏതാണ് ഈ പെൺകുട്ടി? ഒരു അന്യപുരുഷന്റെ വീട്ടിൽ, അതും ഈ രാത്രി സമയത്ത് വന്നു കയറിയിട്ട് അവനോടൊപ്പം മുറി പങ്കിടണമെങ്കിൽ അവൾ ഏതായാലും ചില്ലറക്കാരി ആയിരിക്കില്ലെന്ന് അവർക്ക് തോന്നി. നല്ല വീട്ടിലെ പെൺകുട്ടി ആയിരിക്കാനും സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ കയറി വന്ന് ഇങ്ങനെയൊരു പരിപാടി കാണിക്കുമോ? നേരത്തെ തന്നെ പ്രഷറിന്റെ ബുദ്ധിമുട്ടുകളുള്ള വത്സലാമ്മയ്ക്ക് ഇത് കണ്ടതോടുകൂടി പ്രഷർ ഒന്നുകൂടെ കൂടുകയായിരുന്നു. അവരുടെ തൊണ്ട വല്ലാതെ വരണ്ടു. ആകെ വിയർത്ത് തല കറങ്ങുന്നത് പോലെ തോന്നുന്നതുകൊണ്ട് തന്നെ അവർക്കപ്പോൾ വെള്ളമെടുക്കാനായി സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നേരെ അവരുടെ മുറിയിലേക്ക് തന്നെ ചെന്നു. മുറിയിൽ കയറിയ പാടെ വാതിലടച്ച് തളർന്നുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അവരോർത്തു. താനും അബിയുമായി വലിയ സംസാരമില്ല. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് രാത്രിയിൽ അവൻ വന്നു കയറിയാലും മുഖാമുഖം കാണാറില്ല. ഇനി അവൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെയും കൊണ്ടാണോ വരുന്നത് എന്നൊന്നും തനിക്കറിയില്ല. 11 മണിക്കും 12 മണിക്കുമൊക്കെ അവൻ വന്നു കയറുമ്പോഴേക്കും താൻ ഉറങ്ങിയിട്ടുണ്ടാകും. എന്നാലും സെക്യൂരിറ്റി സുരേഷൻ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ അബിയുടെ മുറിയിലേക്ക് ചെന്ന് അവനെ ഉപദേശിക്കാനോ അവനോട് വഴക്കിടാനോ ഉള്ള ശേഷിയില്ലാത്തതിനാൽ തന്നെ വത്സലാമ്മ കട്ടിലിൽ അവിടെ അമർന്നു കിടന്നു. പിറ്റേന്ന് നേരം പുലർന്നു.
കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച പാടെ വത്സലാമ്മ ഉമ്മറവാതിൽ തുറന്ന് മുറ്റത്തേക്കിറങ്ങി. രാത്രി അവിടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സുരേഷൻ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ റെഡിയാവുകയായിരുന്നു. വത്സലാമ്മ സെക്യൂരിറ്റി റൂമിന് അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ മുറിയിൽ നിന്ന് കവറുമായി ഇറങ്ങുകയായിരുന്ന സുരേഷൻ ഒന്ന് അവരെ നോക്കി. വത്സലാമ്മയെ കാണാൻ വല്ലാത്ത ഒരു ഐശ്വര്യമാണ്. ആർക്കും കണ്ടാൽ മതിപ്പ് തോന്നുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. വത്സലാമ്മയുടെ വരവ് തൻ്റെ അരികിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ സുരേഷൻ വേഗം സെക്യൂരിറ്റി റൂമിൽ നിന്ന് ഇറങ്ങി. എന്താ മേഡം? സുരേഷൻ ബഹുമാനത്തോടെ ഒന്ന് കുനിഞ്ഞുകൊണ്ട് തൊഴുകൈയോടെ നിന്ന് അവരോട് ചോദിച്ചു. ഇന്നലെ രാത്രി അഭിമോൻ എപ്പോഴാ വന്നു കയറിയത്? വത്സലാമ്മ സുരേഷനോട് ചോദിച്ചു. ഒരു 11:30 കഴിഞ്ഞു കാണും. എന്താ മേഡം ചോദിച്ചത്? സുരേഷൻ അവരെ നോക്കി. ഒന്നുമില്ല. സുരേഷനല്ലേ അവന് ഗേറ്റ് തുറന്നു കൊടുക്കാറുള്ളത്? അവൻ്റെ കൂടെ ഇന്നലെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? വത്സലാമ്മ ഒരു ചോദ്യഭാവത്തിൽ മുഖത്തു നോക്കി അത് ചോദിച്ചപ്പോൾ സുരേഷൻ പെട്ടെന്ന് ഒന്ന് പതറുകയായിരുന്നു. അയാൾ അയാളുടെ കൈ ചെവിക്ക് പുറകിൽ കൊണ്ടുചെന്ന് ഒന്ന് തടവി. എന്നിട്ട് പറഞ്ഞു, ആരുമുണ്ടായിരുന്നില്ല മേഡം. അഭിസാർ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കോ? അവൻ വന്നതിനു ശേഷം ഇവിടെ മറ്റേതെങ്കിലും വാഹനം വന്നിട്ടുണ്ടായിരുന്നോ? വത്സലാമ്മ വീണ്ടും ചോദിച്ചു. ഇല്ലല്ലോ മേഡം, ആരും വന്നിട്ടില്ല. ഞാനിവിടെ ഉണ്ടല്ലോ. വന്നാൽ തന്നെ ആരാ എന്താണെന്നറിയാതെ മേഡത്തിനോട് അനുവാദം ചോദിക്കാതെ ഞാൻ കടത്തിവിടില്ലല്ലോ, സുരേഷൻ പറഞ്ഞു. ഓ അത് ശരി. ഞാൻ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേയുള്ളൂ. എന്തായാലും സുരേഷൻ ചെല്ല്. അത് പറഞ്ഞുകൊണ്ട് വത്സലാമ്മ തിരിഞ്ഞു നടന്നു. അവരുടെ സംസാരത്തിലും ചോദ്യം ചെയ്യലിലും എന്തോ ഒരു സംശയമുള്ളതുപോലെ തോന്നിയതുകൊണ്ട് തന്നെ സുരേഷന് ആകെ ഒന്ന് വല്ലാതായിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഇനി അഭിസാറിൻ്റെ കൂടെ ആ പെൺകുട്ടി വന്നു പോകുന്നതെങ്ങാനും മേഡം അറിഞ്ഞു കാണുമോ? ഞാനാണ് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് എന്നറിഞ്ഞാൽ എൻ്റെ ജോലി പോകുമല്ലോ, സുരേഷൻ മനസ്സിൽ പറഞ്ഞു. അകത്ത് ചെന്ന വത്സലാമ്മ അപ്പോൾ തന്നെ വീട്ടിലെ CCTV ഓപ്പറേറ്റർമാരെയാണ് വിളിച്ചത്. അല്പസമയത്തിനകം തന്നെ അവരെത്തി. എനിക്ക് രാത്രിയിലെ വിഷ്വൽസ് കാണണമെന്ന് വത്സലാമ്മ അവരോട് ആവശ്യപ്പെട്ടു. ഏകദേശം ഒരാഴ്ച മുൻപുള്ള CCTV ദൃശ്യങ്ങൾ വരെയേ നോക്കേണ്ടി വന്നുള്ളൂ വത്സലാമ്മയ്ക്ക്. എല്ലാ ദൃശ്യങ്ങളിലും അഭിയോടൊപ്പം ഒരു പെൺകുട്ടി കടന്നു വരുന്നതായി അവർ കണ്ടു. മാന്യമല്ലാത്ത വസ്ത്രധാരണ രീതിയിലുള്ള ഏതോ ഒരു പെണ്ണ് അഭിയോടൊപ്പം കൊഞ്ചിക്കൊഴഞ്ഞ് അവനെ ചേർത്തു പിടിച്ചു വരുന്നത് കണ്ടപ്പോൾ അവർക്ക് തന്നെ അവരുടെ മോനോട് അറപ്പ് തോന്നി. അതിനു കൂട്ടുനിൽക്കുന്ന സെക്യൂരിറ്റി സുരേഷനെയും അവർ വീഡിയോയിൽ കണ്ടു. ചില ദിവസങ്ങളിൽ അഭി സുരേഷിൻ്റെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പെണ്ണിനെയും കൊണ്ട് ഇതിനകത്ത് കയറുന്നത് അവൻ്റെ അമ്മയായ താൻ അറിയാതിരിക്കാനുള്ള കൈമടക്കായിരുന്നു അതെന്ന് വത്സലാമ്മയ്ക്ക് മനസ്സിലായി. ആകെ ദേഷ്യം കയറിയ അവർ പെട്ടെന്ന് തന്നെ ലാപ്പിൽ നിന്നും തല വെട്ടിച്ചു കളഞ്ഞു. വീട്ടിൽ വെച്ച് തന്നെ മോൻ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്ന് തുടങ്ങിയതാണോ ആവോ? എന്തായാലും അമ്മയായ താൻ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. ദൈവമുള്ളതുകൊണ്ടാണ് ഇന്നലെ രാത്രി മുറിയിലെ AC കേടായതും മുകളിലെ നിലയിലെ മുറിയിൽ ചെന്ന് കിടന്നതും കൂട്ടത്തിൽ ആ സ്വപ്നവും. സ്വപ്നം കണ്ട് ഇന്നലെ ഞെട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും താൻ ഇത് അറിയില്ലായിരുന്നു. അഭിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവർക്ക് അവനോട് അറപ്പും വെറുപ്പും തോന്നി. വത്സലാമ്മ CCTV നോക്കാൻ വന്നവർക്കുള്ള പൈസ കൊടുത്തു പറഞ്ഞയച്ച ശേഷം റൂമിലേക്ക് വന്നു. മേഡം, ചായ എടുത്തു വെച്ചിട്ടുണ്ട്, കുടിക്കുന്നില്ലേ? സെർവന്റ് രാധിക അങ്ങോട്ട് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ട, മൂടി വയ്ക്കൂ. ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് വരാം. വത്സലാമ്മ നേരെ കട്ടിലിൽ ചെന്നിരുന്നു. അഭിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുക എന്ന് അവർക്ക് ഒരു പിടിയും ഇല്ലായിരുന്നു. അവർ കട്ടിലിനോട് ചേർന്നിട്ടുള്ള മേശപ്പുറത്തെ ഫ്രെയിം ചെയ്ത ഫോട്ടോയിലേക്ക് നോക്കി. അവരും ഭർത്താവും മോനും മോളും ഒന്നിച്ചുള്ള പഴയ കാലത്തെ ഒരു ഫോട്ടോ ആയിരുന്നു അത്. അവർ ആ ഫോട്ടോ കയ്യിലെടുത്തു. വെളുത്തു തൊടുത്ത കുറുമ്പുള്ള മുഖവുമായി അതിസുന്ദരനായിക്കൊണ്ട് കുഞ്ഞ് അഭിയും ഒപ്പം മോളും. അഭിയെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന മരിച്ചുപോയ അവരുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വത്സലാമ്മയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ ലാളിച്ചു വളർത്തി കൊണ്ടുവന്നതാ അവനെ, എന്നിട്ടിപ്പോൾ നമ്മുടെ മോൻ. അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവരുടെ ശബ്ദത്തിൽ ഇടർച്ച വന്നിരുന്നു. അവരാ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വിതുമ്പിക്കൊണ്ട് കുറച്ചുനേരം ഇരുന്നു. അഭിറാമിൻ്റെ ചേച്ചിയായ അഖില ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. അടുത്ത മാസം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇരിക്കുകയാണ്. മോളെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് വത്സലാമ്മയ്ക്ക് തോന്നിയെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് തോന്നി. അവൾക്ക് ഗർഭകാലത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ ഉണ്ട്. പ്രഷറൊക്കെ എത്രയോ കൂടുതലാണ്. അവൾ ഈയൊരു കാര്യം അറിഞ്ഞാൽ, വത്സലാമ്മയുടെ മനസ്സ് വിഷമിക്കുന്നു എന്നറിഞ്ഞാൽ അത് അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവളോട് ഇപ്പോൾ ഒന്നും പറയേണ്ടെന്ന് വെച്ചു.
അപ്പോഴാണ് പുറത്തുനിന്ന് കാര്യസ്ഥൻ കൃഷ്ണേട്ടന്റെ ചുമ വത്സലാമ്മ കേട്ടത്. വത്സലാമ്മയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ ബാലചന്ദ്രൻ നായരുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു കൃഷ്ണേട്ടൻ. വർഷങ്ങളോളമായി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നുവരെ ആ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും തന്നെ ആ പാവം മനുഷ്യൻ ചെയ്തിട്ടില്ല. വർഷങ്ങൾക്കു മുൻപ് കല്യാണം കഴിഞ്ഞ് ബാലചന്ദ്രൻ നായരുടെ ഭാര്യയായി വത്സലാമ്മ ആ വീട്ടിൽ വന്നു കയറിയപ്പോൾ മുതൽ കാണുന്നതാണ് തൊടിയിലും പറമ്പിലും കഷ്ടപ്പെടുന്ന കൃഷ്ണേട്ടനെ. അതുകൊണ്ട് തന്നെ ഒരു സഹോദര ബന്ധവും വത്സലാമ്മയ്ക്ക് കാര്യസ്ഥൻ കൃഷ്ണനോടുണ്ടായിരുന്നു. പുറത്തുനിന്ന് കൃഷ്ണേട്ടന്റെ ചുമ കേട്ടപ്പോൾ വത്സലാമ്മ മുറിയിൽ നിന്നിറങ്ങി അങ്ങോട്ട് ചെന്നു. കൃഷ്ണേട്ടൻ അപ്പോൾ പുറത്തെ പൂന്തോട്ടത്തിൽ ചെടികളുടെ ഇലയൊക്കെ വെട്ടി ഒതുക്കുകയായിരുന്നു. കള്ളിഷർട്ടും കള്ളിമുണ്ടും ധരിച്ച് തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടി പൂന്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ വത്സലാമ്മയ്ക്ക് കാലങ്ങളായുള്ള കാഴ്ചയാണ്. അവര് നേരെ കൃഷ്ണേട്ടന്റെ അരികിലേക്ക് ചെന്നു. കൃഷ്ണേട്ടാ, വത്സലാമ്മ വിളിച്ചു. ആ വിളി കേട്ടതും കൃഷ്ണേട്ടൻ ഒന്ന് തിരിഞ്ഞു നോക്കി. വേഗത്തിൽ കത്രിക അവിടെ വെച്ച് തലയിലെ തോർത്തുമുണ്ടും മുണ്ടിന്റെ മടക്കും അഴിച്ചിട്ട് വത്സലാമ്മയ്ക്ക് അരികിലേക്ക് വന്നു. എന്താ മേഡം? കൃഷ്ണേട്ടൻ ബഹുമാനത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് കാർ പോർച്ചിൽ നിന്നും അബിയുടെ കാർ സ്റ്റാർട്ടായത് വത്സലാമ്മ കേട്ടത്. അവരങ്ങോട്ട് നോക്കി. ഗേറ്റ് കടന്ന് അവന്റെ കാർ പോകുന്നത് വത്സലാമ്മയും കൃഷ്ണേട്ടനും അവിടെ നിന്നും നോക്കി കണ്ടു. അബിക്കുഞ്ഞ് പോയി അല്ലേ? കൃഷ്ണേട്ടൻ വത്സലാമ്മയോട് ചോദിച്ചു. അവരൊന്ന് മൂളി. അവന്റെ ഒരു കാര്യം പറയാനാ കൃഷ്ണേട്ടാ ഞാൻ വന്നത്. അവനിപ്പോ പ്രായം 30 കഴിഞ്ഞില്ലേ? വിവാഹം നോക്കാനുള്ള സമയമൊക്കെയായി. ഞാൻ പിന്നെ അഖിലമോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് അതേക്കുറിച്ച് ചിന്തിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കൃഷ്ണേട്ടന് ഇതിനു മുൻപ് ബ്രോക്കർ പണി ഉണ്ടായിരുന്നില്ലേ? നല്ല പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവനു വേണ്ടി പറഞ്ഞു തരണം. എത്രയും പെട്ടെന്ന് വേണം. വത്സലാമ്മ കൃഷ്ണേട്ടനോട് പറഞ്ഞു. അയ്യോ മേഡം, അത് ബ്രോക്കർ പണി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ബന്ധങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിലെ സാധാരണക്കാരായ പയ്യന്മാർക്കും പെൺകുട്ടികൾക്കുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ മാത്രമേ എനിക്ക് അറിയൂ മേഡം. ഇവിടുത്തെ കുടുംബത്തിലേക്ക് പറ്റുന്ന ആലോചനകളൊന്നും എനിക്കറിയില്ല, കൃഷ്ണേട്ടൻ പറഞ്ഞു. അതു മതി കൃഷ്ണേട്ടാ, ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്തുള്ള സാമ്പത്തികമോ പത്രാസോ ഒന്നും ഞാൻ നോക്കുന്നില്ല. തറവാടിത്തവും മാന്യതയുമുള്ള നല്ലൊരു കുട്ടിയായിരിക്കണം, അത്രയേ ഉള്ളൂ. അതിനി എത്ര ചെറിയവരാണെങ്കിലും കുഴപ്പമില്ല, വത്സലാമ്മ പറഞ്ഞു. അത്രയും കോടീശ്വരിയായ വത്സലാമ്മ സ്വന്തം മോനു വേണ്ടി സാധാരണക്കാരുടെ വീട്ടിലെ പെൺകുട്ടിയെ അന്വേഷിക്കുന്നത് കേട്ടപ്പോൾ തന്നെ കൃഷ്ണേട്ടൻ ഒന്ന് അത്ഭുതപ്പെട്ടു. അവരൊക്കെ അവരുടെ റേഞ്ചിനനുസരിച്ചുള്ള ആളുകളെയല്ലേ നോക്കൂ എന്നായിരുന്നു അതുവരെയുള്ള കൃഷ്ണേട്ടന്റെ ധാരണ. പക്ഷേ വത്സലാമ്മ എത്രയോ ദയയുള്ള ആളാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ബാലചന്ദ്രൻ സാറിന്റെ പോലെ തന്നെ നല്ല മനസ്സാണ്. താഴെത്തട്ടിലുള്ളവരോട് എന്നും അനുകമ്പ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. ജോലിക്കാർക്കായാലും മറ്റെന്ത് ആവശ്യത്തിന് വരുന്നവർക്കായാലും വാരിക്കോരി കൊടുത്തിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെയാവും മോനു വേണ്ടി അവർ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നതെന്നും അയാൾക്ക് തോന്നി. കൃഷ്ണേട്ടനൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കണം. ഈ കുടുംബത്തിന് ചേരുന്ന നല്ലൊരു കുട്ടി, അത്ര മാത്രമേ വേണ്ടൂ, വത്സലാമ്മ പറഞ്ഞു. ഞാൻ അന്വേഷിക്കാം മേഡം, തീർച്ചയായും അന്വേഷിക്കാം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബ്രോക്കർ പണി എടുത്തിരുന്നതുകൊണ്ട് പയ്യന്മാരുടെയും പെൺകുട്ടികളുടെയും ഒക്കെ കുറെ കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ ആ പണിക്ക് പോകാത്തതുകൊണ്ട് പരിചയത്തിൽ ആരുമില്ല. എന്നാലും ഒന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ. ഞാൻ നോക്കാം, കൃഷ്ണേട്ടൻ പറഞ്ഞു. കൃഷ്ണേട്ടൻ ഇപ്പോൾ ആർക്കും പെണ്ണ് കാണിക്കാൻ പോകാറില്ലേ? വത്സലാമ്മ അയാളെ നോക്കി. ഇല്ല മേഡം, മായമോളുടെ ജീവിതം ആകെ തകർന്നതിനു ശേഷം പോയിട്ടില്ല. എത്രയോ കുഞ്ഞുങ്ങളെ നല്ല പയ്യന്മാർക്ക് കൈപിടിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ സ്വന്തം മോളുടെ കാര്യം വന്നപ്പോൾ തെറ്റിപ്പോയി. അന്വേഷിച്ചു പിടിച്ച് അത്രയും ഉറപ്പോടെയാണ് ഞാൻ എൻ്റെ മോളുടെ വിവാഹം നടത്തിയത്. പക്ഷേ 2 മാസമേ എൻ്റെ കുഞ്ഞിന് ദാമ്പത്യ ജീവിതം വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 മാസം കൊണ്ട് അവൾ അനുഭവിച്ചതൊക്കെ മേഡത്തിന് അറിയാമല്ലോ. മോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തിക്കൊടുക്കാൻ കഴിയാത്ത ഞാൻ എന്തിനാണ് ഇനി മറ്റുള്ളവരുടെ കല്യാണം നടത്താൻ നോക്കുന്നത്? അതിനുള്ള യോഗ്യത എനിക്കില്ലെന്ന് തോന്നിയപ്പോൾ ആ പണിയങ്ങു വിട്ടു, കൃഷ്ണേട്ടൻ വത്സലാമ്മയോട് പറഞ്ഞു. അയാൾ അയാളുടെ മോളായ മായയുടെ കാര്യം പറഞ്ഞതും വത്സലാമ്മ ഒന്ന് അവിടെ സ്റ്റക്കായി. എന്നിട്ട് ഒരു നിമിഷം കാര്യമായി എന്തോ ഒന്ന് ആലോചിച്ചു. കൃഷ്ണേട്ടന്റെ മോളായ മായയുടെ വിവാഹം കഴിഞ്ഞതും പയ്യന്റെയും കുടുംബത്തിന്റെയും ഉപദ്രവം കാരണം 2 മാസം കൊണ്ട് തന്നെ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നതുമെല്ലാം വത്സലാമ്മയ്ക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം കൂടെ എന്തോ ഒന്ന് ആലോചിച്ച ശേഷം അവർ കൃഷ്ണേട്ടന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു,
മായ ലീഗലായിട്ട് ഡിവോഴ്സ് ആയതല്ലേ? അതേ മാഡം, നിയമപരമായി തന്നെ ഒക്കെ കഴിഞ്ഞു, കൃഷ്ണേട്ടൻ പറഞ്ഞു. എന്നാ പിന്നെ കൃഷ്ണേട്ടാ, അബിക്കിനി വേറെ പെൺകുട്ടിയെ നോക്കേണ്ട, മായയെ അവന് തന്നൂടെ? പ്രതീക്ഷിക്കാതെ വത്സലാമ്മ അത് ചോദിച്ചതും കൃഷ്ണേട്ടൻ പെട്ടെന്ന് ഒന്ന് ഷോക്കായി. മാഡം എന്താ ചോദിച്ചത്? അയാളൊന്ന് അത്ഭുതത്തോടെ അവരെ നോക്കി. ഞാൻ കാര്യമായിട്ട് തന്നെയാണ് കൃഷ്ണേട്ടാ ചോദിച്ചത്. അബിക്ക് ഒരു പെണ്ണിനെ നോക്കാൻ പറയുമ്പോൾ മായയുടെ കാര്യം എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. കുഞ്ഞുനാൾ മുതലേ എനിക്ക് അറിയാവുന്ന കുട്ടിയല്ലേ. കൃഷ്ണേട്ടന് സമ്മതമാണെങ്കിൽ അവളെ എൻ്റെ കൈകളിലേക്ക് തന്നുകൂടെ? എൻ്റെ അഖിലയെപ്പോലെ ഞാൻ നോക്കിക്കോളാം, വത്സലാമ്മ പറഞ്ഞു. മാഡം, അത് എൻ്റെ മോള് ഈ വീട്ടിലേക്ക്... അയാൾ എന്തു പറയണമെന്ന് അറിയാത്ത സ്ഥിതിയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണേട്ടാ, സാമ്പത്തികമോ മറ്റൊന്നും തന്നെ ഞാൻ നോക്കുന്നില്ല. അടക്കവും ഒതുക്കവും വിനയവും സർവോപരി ഈ കുടുംബത്തിനും എനിക്കും അവനും ചേരുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം, അത്രയേ വേണ്ടൂ. മായയുടെ കാര്യമാകുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവളെപ്പോലൊരു കുട്ടിയെ ഈ കുടുംബത്തിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഭാഗ്യമായിരിക്കും. അവൻ്റെ മാത്രമല്ല, എൻ്റെയും. അത് മാഡം, സാമ്പത്തികം മാത്രമല്ലല്ലോ, അവൾ രണ്ടാം കെട്ടല്ലേ? കൃഷ്ണേട്ടൻ വത്സലാമ്മയ്ക്ക് മുൻപിൽ കൈമലർത്തുന്ന പോലെ പറഞ്ഞു. എന്ത് രണ്ടാം കെട്ട് കൃഷ്ണേട്ടാ? ആ കുട്ടിയുടെ യോഗം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് മാത്രം അവൾ മോശക്കാരിയാവില്ലല്ലോ. കൃഷ്ണേട്ടൻ വീട്ടിൽ ചെന്നിട്ട് മായയോട് കൂടി നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് വിവരം തരണം. അത് പറഞ്ഞു വത്സലാമ്മ തിരിഞ്ഞു നടക്കുമ്പോൾ കൃഷ്ണേട്ടൻ അവിടെയാകെ തരിച്ചു നിൽക്കുകയായിരുന്നു. വത്സലാമ്മ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണേട്ടൻ ഓടി വന്ന് അവരെ വിളിച്ചു. മാഡം, വത്സലാമ്മ അയാളെ തിരിഞ്ഞു നോക്കി. മാഡമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് എതിർപ്പൊന്നുമില്ല മാഡം. കൃഷ്ണേട്ടൻ അത് പറഞ്ഞു കേട്ടപ്പോൾ അതുവരെ ടെൻഷൻ കൊണ്ട് വലിഞ്ഞു മുറുകി നിന്നിരുന്ന വത്സലാമ്മയുടെ മുഖമൊന്ന് തെളിഞ്ഞു. മായയോടും കൂടെ ചോദിക്കണ്ടേ കൃഷ്ണേട്ടാ? അവർ സൗമ്യമായി അയാളോട് ചോദിച്ചു. കുട്ടി സമ്മതിക്കും. ഇവിടത്തേക്ക് ആവുമ്പോൾ അവൾക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും മാഡത്തിൻ്റെ കയ്യിലാണല്ലോ അവളെ ഏൽപ്പിച്ചത് എന്ന് കരുതി എനിക്കും സമാധാനത്തോടെ മരിക്കാലോ. ഇതിപ്പോൾ തന്നെ അറിയാലോ, 100 കൂട്ടം അസുഖങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കണ്ണ് ഒന്ന് അടഞ്ഞു പോയാൽ അവൾക്കാരാ ഒരു തുണ? അത് ഓർത്തായിരുന്നു ഞാൻ കുട്ടിയുടെ വിവാഹം പെട്ടെന്ന് നടത്തിയത്. എത്ര ബന്ധുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളില്ലാതെ ആവുന്ന ഒരു കാലം വരുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, അതെനിക്കറിയാം. അങ്ങനെ കരുതി അവളെ സുരക്ഷിതമായ ഒരു കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാൻ നോക്കിയതാ. അത് ഇങ്ങനെ പണി തരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നെ രണ്ടാമതൊരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കുവാനും പേടിയായിരുന്നു. ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരുത്തൻ്റെ കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവളെ തള്ളിവിട്ടിട്ട് എൻ്റെ കുട്ടി അത്രത്തോളം അവിടെ നിന്ന് അനുഭവിച്ചു. ഇവിടുത്തേക്കാവുമ്പോൾ എനിക്ക് പിന്നെയൊന്നും നോക്കാനില്ല. മായയും സമ്മതിക്കും. മോളുടെയും എൻ്റെയും ഒക്കെ ജീവിതമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ദാനമാണല്ലോ. ഇവിടുത്തെ അടുക്കളയിൽ നിന്നാ ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. ബാലചന്ദ്രൻ സാർ തന്ന ഈ ജോലിയാ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ഉപജീവനമെന്ന് പറയുന്നത്. അതുകൊണ്ട് മാഡം അങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുത്തൊന്നും ആലോചിക്കാനില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളെപ്പോലുള്ളവർ ഇവിടേക്ക് ചേർന്നതല്ല, കൃഷ്ണേട്ടൻ വീണ്ടും പറഞ്ഞു. ഒരു ചേർച്ചക്കുറവുമില്ല കൃഷ്ണേട്ടാ. ഞാൻ എന്തായാലും അബിയോടൊന്ന് സംസാരിക്കാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതങ്ങ് നടത്താം. അവൻ്റെ വിവാഹം വലിയ ആർഭാടമായിട്ട് നടത്താൻ വെച്ചതാ ഞാൻ. പക്ഷേ ഇനി അതൊന്നും വേണ്ട. ആർഭാടത്തിലോ അലങ്കാരത്തിലോ ഒന്നുമല്ലല്ലോ കാര്യം. നല്ലൊരു സമയം നോക്കി നമുക്കിത് നടത്താം. ദൈവകൃപയാൽ അവർ രണ്ടുപേരും സുഖമായി ജീവിക്കട്ടെ, അത്രയേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വത്സലാമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു നടന്നു. കൃഷ്ണേട്ടൻ അവിടെ തൊഴുകൈയോടെ നിന്നു. അകത്ത് ചെന്നതും വത്സലാമ്മ നേരെ മുറിയിലേക്ക് പോയി. ഉടുത്തിരുന്ന സാരി മാറി മറ്റൊരു സാരി ഉടുത്തു. കയ്യിൽ ഒരു പേഴ്സുമായി അവർ ഡൈനിങ് ഹാളിലേക്ക് വന്നു. കോട്ടൻ്റെ സാരി വളരെ വൃത്തിയിൽ ഞൊറിഞ്ഞുടുത്തുകൊണ്ട് അവർ ഒരുങ്ങി വരുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ചന്തമാണ്. രാധികെ, ചായ എടുത്ത് വെച്ചോളൂട്ടോ, അവരവിടെ നിന്ന് സെർവൻറ്റിനോട് വിളിച്ചു പറഞ്ഞു. ശേഷം ഫോണിൽ ആരെയോ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് മേശയ്ക്കരികിലേക്ക് എത്തുമ്പോഴേക്കും ജോലിക്കാരി രാധിക ഭക്ഷണം എടുത്തു വെച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വത്സലാമ്മ അവിടെ ഇരുന്ന് ചായയും ഇഡലിയും കഴിച്ചു. ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഡ്രൈവർ മുരളി കാർ സ്റ്റാർട്ടാക്കി. വത്സലാമ്മയുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് അഭിറാമിൻ്റെ ഓഫീസിന് മുന്നിലായി വത്സലാമ്മയുടെ കാർ ചെന്ന് നിന്നു. സിറ്റിക്ക് നടുവിലുള്ള ധാരാളം നിലകൾ വരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. അവർക്ക് ടൗണിലൊക്കെ നിറയെ സൂപ്പർ മാർക്കറ്റുകളും ടെക്സ്റ്റൈൽ ഷോപ്പുകളും ട്രാവൽസുകളും പ്രൈവറ്റ് ബാങ്കുകളും എല്ലാം തന്നെയുണ്ട്.
അതിൻ്റെയൊക്കെ ചെറിയ ബ്രാഞ്ചുകൾ അവരുടെ തന്നെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. വത്സലാമ്മ ഓഫീസിനകത്തേക്ക് കയറുമ്പോൾ പുറത്തെ സെക്യൂരിറ്റി അവർക്ക് സല്യൂട്ട് ചെയ്തു. ഉള്ളിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന സ്റ്റാഫുകൾ അവരെ കണ്ട് ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു. ലിഫ്റ്റിനടുത്തെത്തിയ അവർ ലിഫ്റ്റ് കയറി നേരെ അഭിറാമിൻ്റെ ക്യാബിനിലേക്കാണ് ചെന്നത്. വാതിൽ വലിച്ചു തുറന്ന് വത്സലാമ്മ അകത്തേക്ക് കയറിയതും കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന അഭിറാം പെട്ടെന്ന് തലപൊക്കി അമ്മയെ ഒന്ന് നോക്കി. അമ്മ എന്താ പെട്ടെന്ന് ഈ സമയത്ത്? അതായിരുന്നു അഭിറാമിൻ്റെ ഭാവം. വത്സലാമ്മ അപ്പോൾ അവന് മുന്നിൽ ചെന്നിരുന്നു. വത്സലാമ്മയും അഭിയും ഒരു ഓഫീസിൽ തന്നെയാണ് ദിവസവും വന്നു പോകാറുള്ളതെങ്കിലും അവർ തമ്മിൽ നേരിൽ കാണുന്നത് വളരെ ചുരുക്കമായിരുന്നു. എപ്പോഴെങ്കിലും അർജന്റായ എന്തെങ്കിലും കാര്യത്തിനോ ബിസിനസ്സിനെ സംബന്ധിച്ച ആവശ്യങ്ങൾക്കോ മാത്രം അഭിയെ ഫോണിൽ വിളിക്കാറുണ്ടെങ്കിലും അവൻ്റെ ക്യാബിനിൽ ചെന്നിരുന്നുള്ള സംസാരം അവർ തമ്മിൽ അപൂർവമായിരുന്നു. പ്രതീക്ഷിക്കാതെ അമ്മ പെട്ടെന്ന് തൻ്റെ ക്യാബിനിൽ വന്നിരുന്നപ്പോൾ അഭി ഒന്ന് ഷോക്കായി. അഭി, നീ തിരക്കിലാണോ? വത്സലാമ്മ അവനോട് ചോദിച്ചു. കുറച്ച്. അമ്മ എന്താ പതിവില്ലാതെ? അഭി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പതിവില്ലാതെ? പതിവില്ലാത്തതാണല്ലോ ഇപ്പോൾ ചുറ്റും നടക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പതിവില്ലാതെ ഞാൻ നിന്റെ ക്യാബിനിൽ കയറിയിരിക്കുന്നത് അത്ര വലിയ സംഭവമല്ലല്ലോ. അവരുടെ മുഖത്ത് ഒരു ഈർഷ്യഭാവമായിരുന്നു അപ്പോൾ. വത്സലാമ്മയുടെ മുന വെച്ച പോലുള്ള സംസാരം കേട്ടപ്പോൾ അമ്മ കുറച്ച് ദേഷ്യത്തിലാണെന്ന് അഭിക്ക് മനസ്സിലായി. അവൻ അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നിന്ന് കൈമാറ്റി അമ്മയെ തന്നെ നോക്കി. അമ്മ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, അഭി അമ്മയോട് പറഞ്ഞു. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത്. നിനക്ക് സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് സമയം നീ എന്നോട് സംസാരിച്ചേ പറ്റൂ, വത്സലാമ്മ പറഞ്ഞു. ഓക്കെ അമ്മ പറയൂ. താല്പര്യമില്ലെങ്കിലും അഭി അമ്മയ്ക്ക് അനുവാദം കൊടുത്തു. വത്സലാമ്മ ഒന്ന് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയെ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇനി മുതൽ സുരേഷൻ ഉണ്ടാവില്ല, അവർ അഭിയോട് പറഞ്ഞു. എന്ത്, സുരേഷേട്ടൻ ഉണ്ടാവില്ലെന്നോ? അതെന്തു പറ്റി? അഭി അമ്മയോട് ചോദിച്ചു. അവനെ ഞാൻ പറഞ്ഞു വിട്ടു, വത്സലാമ്മ നിസ്സാരമായി പറഞ്ഞു. പറഞ്ഞു വിടാനോ? എന്തിന്? അതായിരുന്നു അഭിയുടെ ചോദ്യം. സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ അവരിൽ നമുക്ക് സേഫ്റ്റി ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം, വത്സലാമ്മ അഭിയെ നോക്കി. അമ്മയ്ക്ക് ഇപ്പോൾ എന്താ സുരേഷേട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നാൻ? അതായിരുന്നു അഭിയുടെ ചോദ്യം. പറഞ്ഞു വിടാൻ തോന്നി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ കാര്യം ഇനി സംസാരം വേണ്ട. ഞാൻ അവനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ അവൻ വരില്ല. പറഞ്ഞു വിടരുതെന്ന് അവൻ കുറച്ചൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഒഴിവാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവന് ഞാൻ തന്നെ വ്യക്തമാക്കി കൊടുത്തപ്പോൾ പിന്നെ അധികം അപേക്ഷിക്കാൻ നിന്നില്ല. എന്തായാലും ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്, വത്സലാമ്മ പറഞ്ഞപ്പോൾ അഭി അവരെ തന്നെ നോക്കിയിരുന്നു. ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു. വത്സലാമ്മ വളരെ ഉറച്ച തീരുമാനത്തോടെ അത് പറഞ്ഞപ്പോൾ അഭി ആകെ ഒന്ന് ഞെട്ടി. വാട്ട്? എൻ്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? അവൻ ചോദിച്ചു. അതെ, ഉറപ്പിച്ചു. ഞാൻ വാസുദേവൻ പണിക്കരെ വിളിച്ച് അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ അത് നടക്കട്ടെ. അവരത് പറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവർക്കൊപ്പം തന്നെ അഭിയും എഴുന്നേറ്റു. എന്ത് വിഡ്ഢിത്തമാണ് അമ്മ ഈ പറയുന്നത്? പെട്ടെന്നൊരു നേരം എൻ്റെ ക്യാബിനിലേക്ക് കയറി വന്ന് എൻ്റെ കല്യാണം ഉറപ്പിച്ചു, അടുത്ത ആഴ്ച അത് നടക്കട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ അമ്മ പറയുന്നത് മാത്രം കേട്ട് പാവ കളിക്കാൻ നിൽക്കുകയാണോ ഞാൻ? ഒരു സ്റ്റാഫിനെ നിയമിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ പറഞ്ഞു വിടുന്നത് പോലെയോ ഉള്ള ഒരു കാര്യമല്ല ഇത്. അതുവരെ ശാന്തനായി കാര്യങ്ങൾ ചോദിച്ചിരുന്ന അഭി അത് കേട്ടപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അഭി പ്ലീസ്, നീ എന്നോട് തർക്കത്തിന് വരണ്ട. നിന്നോട് ആലോചിച്ച് നിന്നെയും കൂട്ടിപ്പോയി പെണ്ണ് കണ്ട് നിന്റെ താല്പര്യത്തിനൊത്തുള്ള ഒരു കുട്ടിയെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പെട്ടെന്ന് തോന്നി ഇങ്ങനെ മതിയെന്ന്. ഞാൻ പറയും, നീ അനുസരിക്കും. തൽക്കാലം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വത്സലാമ്മ പറഞ്ഞു. നടക്കില്ല അമ്മേ. അമ്മയ്ക്ക് പ്രായം കൂടുമ്പോൾ ഓരോ വിഡ്ഢിത്തം തോന്നുന്നുണ്ടെങ്കിൽ അമ്മ അതും വെച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ മതി. അല്ലാതെ എൻ്റെ കാര്യത്തിൽ തലയിടാൻ വരണ്ട. കല്യാണം ഉറപ്പിച്ചു പോലും. അതിരിക്കട്ടെ, ആരെയാ ഞാൻ കെട്ടേണ്ടത്? അതെങ്കിലും എന്നോട് പറയാവുന്ന കാര്യമാണോ? അല്ലെങ്കിൽ കുട്ടിക്കളി പോലെ നാളെ അമ്മ ഏതെങ്കിലും ഒരു മരത്തിനെയോ വാഴയെയോ കാണിച്ചു തന്ന് കെട്ട് എന്ന് പറഞ്ഞാൽ കെട്ടാൻ നിൽക്കുവാണോ ഞാൻ? അഭി കനത്ത ദേഷ്യത്തിലായിരുന്നു. അവൻ അവൻ്റെ കൈ മേശയിൽ ശക്തമായി ഇടിച്ചു. എന്നാൽ വത്സലാമ്മയ്ക്ക് അവരുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല.
നീ ഇനി എത്ര ഒച്ച എടുത്താലും ഈ ക്യാബിനോ ഓഫീസോ തന്നെ തല്ലി തകർത്താലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്തു മാറ്റമില്ലെന്ന്? എൻ്റെ വിവാഹക്കാര്യം പെട്ടെന്നൊരു ദിവസം തീരുമാനിക്കാൻ അമ്മ ആരാ? അബി വത്സലാമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? നിനക്ക് ജന്മം തന്ന നിന്റെ തള്ള. 10 മാസം നീ കിടന്നത് എൻ്റെ വയറ്റിലാണ്. പിന്നെ നിന്റെ കാര്യമല്ലാതെ മറ്റുള്ളവരുടെ മക്കളുടെ കാര്യം എനിക്ക് പോയി തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ കാര്യം അങ്ങ് തീരുമാനിച്ചു. അത് അമ്മ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാനൊരു പ്രായപൂർത്തിയായ യുവാവാണ്. ജന്മം തന്നു എന്ന് പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന കാലമൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഞങ്ങളുടേതായ ഫ്രീഡമുണ്ട്. അതിൽ കൈയിട്ട് വാരാൻ ആർക്കും അനുവാദമില്ല. ഒരു നിയമവും അത് പറയുന്നുമില്ല, അബി പറഞ്ഞു. ശരി, ഞാൻ കൈയിട്ട് വാരാൻ വരുന്നില്ല. ഞാൻ ഉറപ്പിക്കുന്ന കല്യാണം എന്തുകൊണ്ട് നിനക്ക് താല്പര്യമില്ലെന്ന് കൂടി നീ പറയണം. ഇനി നിനക്ക് വല്ല പ്രേമമോ മറ്റ് ഇഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ തുറന്നു പറ, നമുക്കത് നടത്താം. വത്സലാമ്മ അത് പറഞ്ഞപ്പോൾ അബി ഒരു നിമിഷം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമോ താല്പര്യമോ ഉണ്ടോ? ഇന്നുവരെ നീയൊരു ഇഷ്ടമുള്ളതായോ പ്രേമമുള്ളതായോ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിക്ക് നിനക്കൊരു കല്യാണം നോക്കി. അതിന് നിനക്ക് താല്പര്യമില്ല, മറ്റാരെയെങ്കിലും കെട്ടാനാണ് ഇഷ്ടമെങ്കിൽ നീ തുറന്നു പറ, വത്സലാമ്മ അവനോട് പറഞ്ഞു. എനിക്ക് വേറൊരാളെ ഇഷ്ടമുണ്ട്. ആ ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, അബി പറഞ്ഞു. അത് കേട്ടപ്പോൾ വത്സലാമ്മ ഒന്ന് അവൻ്റെ മുഖത്ത് നോക്കി ഒരു പുച്ഛച്ചിരി ചിരിച്ചു. എന്താ ഒരു പുച്ഛം? അവൻ അമ്മയെ ഒന്ന് നോക്കി. എനിക്ക് ഒരു പുച്ഛവുമില്ല. നിന്റെ ലൈഫാണ്, നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് ജീവിക്കാം. പക്ഷേ അതെൻ്റെ വീട്ടിൽ നിന്നും ഈ ഓഫീസിൽ നിന്നും പുറത്തു പോയി ജീവിച്ചാൽ മതി. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അബി ഒരു സംശയത്തോടെ നിന്നു. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടില്ലെന്ന്. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലും ഓഫീസിലും ജീവിച്ചു പോകണമെങ്കിൽ നീ ഞാൻ പറഞ്ഞത് കേൾക്കണം. വത്സലാമ്മ അതുകൂടി പറഞ്ഞു കേട്ടപ്പോൾ ആകെ അവൻ്റെ നിയന്ത്രണം തെറ്റിയിരുന്നു. അവൻ അവൻ്റെ കൈകൊണ്ട് മേശയിൽ വീണ്ടും ശക്തിയായി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്. തലയ്ക്ക് വെളിവില്ലെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ. അമ്മ എന്ത് തരില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിൽ മകനായ എനിക്ക് അവകാശമുണ്ട്, അബി പറഞ്ഞു. എന്ത് അവകാശം? ഒരു അവകാശവുമില്ല. അച്ഛൻ്റെയും എൻ്റെയും പേരിലുള്ളതും ഈ സമ്പാദിച്ചു കൂട്ടിയതുമൊന്നും ഞങ്ങൾക്കാർക്കും പാരമ്പര്യമായി കിട്ടിയതല്ല. ആ മനുഷ്യനും ഞാനും മുണ്ടു മുറുക്കി ഉടുത്തും പട്ടിണി കിടന്നും സമ്പാദിച്ചാണ് ഓരോ പടിയായി ഉയർന്നു വന്നത്. അച്ഛൻ്റെ പേരിലുള്ളതിൻ്റെയൊക്കെ നോമിനി ഞാനാണ്. മകനായ നിനക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കത് മറ്റേ ആർക്കെങ്കിലും എഴുതി വെക്കാൻ അവകാശമുണ്ട്. നിന്റെ അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഇത്രയും എത്തിയ ഒരാളാണ് നിന്റെ അമ്മ. ആ എന്നോട് നീ ന്യായം പറയല്ലേ. വത്സലാമ്മ അത് പറഞ്ഞപ്പോൾ അബിക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ്റെ ദേഷ്യഭാവമൊക്കെ മാറി അവനൊരു നിമിഷം സൈലൻ്റായി. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി നല്ല രീതിക്ക് പറഞ്ഞു, അമ്മേ പ്ലീസ്, അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ അമ്മയോട് ഒരു വഴക്കിന് നിൽക്കുകയല്ല. പക്ഷേ എനിക്കൊരു പെൺകുട്ടിയുമായി ഇഷ്ടമുണ്ടമ്മേ. അവളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തുപോയി. അതുകൊണ്ട് പറയുകയാണ്, മറ്റൊരു വിവാഹത്തിന് അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആകാമല്ലോ എന്ന് കരുതിയ ഇത്രയും വൈകിയത്, അബി പറഞ്ഞു. വത്സലാമ്മ അപ്പോഴും അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. അവൻ അപ്പോൾ അവൻ്റെ ഫോൺ എടുത്ത് ഗാലറിയിൽ നിന്ന് അവളുടെ ഫോട്ടോ എടുത്ത് വത്സലാമ്മയ്ക്ക് നേരെ കാണിക്കാൻ തുടങ്ങിയതും അവർ അവരുടെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഒരു വശത്തേക്ക് തല ചെരിച്ചു കളഞ്ഞു. അവളുടെ മുഖമൊന്ന് കാണുക പോലും ചെയ്യാതെ അമ്മ മുഖം തിരിച്ചതും അബി വല്ലാതെ ആയിപ്പോയി. ഞാൻ അറിഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ചറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നത്. ഒരു തേവിടിശിയെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമകളായി കയറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വത്സലാമ്മ എടുത്തടിച്ച പോലെ പറഞ്ഞു. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ? അത് കേട്ടപ്പോൾ അബി അമ്മയ്ക്ക് നേരെ വീണ്ടും ഒച്ചയെടുത്തു. അമ്മ അമ്മയുടെ ലെവലിൽ നിന്ന് തീരെ താഴെ പോകരുത്, അബി പറഞ്ഞു. ഒരിക്കലും താഴെ പോയിട്ടില്ല അബി. കണ്ടവരുടെ കൂടെയൊക്കെ കറങ്ങി നടക്കുന്ന, നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നമ്മുടെ വീട്ടിൽ വന്നു കിടന്നിട്ട് പോകുന്ന അവളെ പിന്നെ ഞാൻ ആ പേരല്ലാതെ എന്ത് പേരിട്ട് വിളിക്കണം? അമ്മ അത് പറഞ്ഞപ്പോൾ അബി ശരിക്കും നടുങ്ങിപ്പോയി. താൻ വീട്ടിൽ അവളുമായി വരുന്നതും പോകുന്നതും ഒന്നും ഇതുവരെ അമ്മ അറിഞ്ഞിട്ടില്ല എന്നതായിരുന്നു അബിയുടെ വിശ്വാസം. എന്നാൽ അമ്മ ഇത് എങ്ങനെ? അബി ആകെ വല്ലാതായി. സ്വന്തം മോൻ്റെ ബെഡ്റൂം സീൻ കാണേണ്ടി വരുന്ന എൻ്റെ പരിതാപകരമായ അവസ്ഥ നീ ഒരു നിമിഷം ഓർക്കണം. അത് പറഞ്ഞപ്പോൾ വത്സലാമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഞാനും അച്ഛനും ഒരു ഈർക്കിൾ കൊണ്ട് പോലും ഇന്നുവരെ നിന്നെ തല്ലിയിട്ടില്ല. ഈ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്തും ഇത്രയ്ക്ക് പച്ച പിടിക്കാതിരുന്ന കാലത്ത് പോലും എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി തരാൻ നോക്കിയിട്ടേ ഉള്ളൂ.
അഖിലമോൾ പണ്ടേ ഒന്നും ആവശ്യപ്പെടാറില്ലായിരുന്നു. എന്നാൽ നീ അങ്ങനെ ആയിരുന്നില്ല. ടോയ്സോ ചോക്ലേറ്റോ മറ്റ് എന്ത് തന്നെയായാലും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ തന്ന അച്ഛൻ നിന്നെ ലാളിച്ചിട്ടുള്ളത്. മുതിർന്നു കഴിഞ്ഞപ്പോഴും അതെ. ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് സാധനങ്ങളല്ലാതെ ഒന്നും തന്നെ നിനക്ക് ഞങ്ങൾ തന്നിട്ടില്ല. മരിച്ച തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ആ ഒരാളെ നീ ഓർക്കണമായിരുന്നു. അദ്ദേഹം ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ വീട്. ടൗണിലേക്ക് മാറി താമസിക്കാനോ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാനോ നമുക്കിപ്പോൾ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ ഒന്നുമില്ലാതിരുന്ന സമയത്തും എന്നെയും നിന്നെയും ചേച്ചിയെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങിയും മറ്റുമാണ് നിന്റെ അച്ഛനെന്ന് പറയുന്ന മഹാമനുഷ്യൻ അന്ന് വീട് പണിതത്. അതുകൊണ്ട് തന്നെയാ ആ വീട്ടിൽ നിന്ന് ഇന്ന് വരെ നിന്റെ അമ്മ മാറി താമസിക്കാത്തത്. ആ മനുഷ്യന്റെ മുഖമെങ്കിലും ഒന്ന് ഓർത്തിട്ട് നീ അങ്ങനെ ഒരുത്തിയെയും കൊണ്ട് ആ പടി കയറരുതായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ദൂരെ ഇരുന്ന് ആ മനുഷ്യന്റെ മനസ്സ് എത്ര പിടയുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ കാണിച്ചു തന്ന് അമ്മേ എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ മറ്റൊന്നും നോക്കാതെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതിന് ജാതിയോ മതമോ സാമ്പത്തികമോ ഒന്നും തന്നെ അമ്മയ്ക്ക് വിഷയമല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരുത്തി നമ്മുടെ വീട്ടിൽ വന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ എങ്ങനെ ഇതിനകത്ത് പെട്ടുപോയെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കാറിലിരുന്ന് ഇതൊക്കെ ആലോചിച്ച് ഇവിടെ എത്തുന്നതുവരെ എൻ്റെ തല വെട്ടിപ്പൊളിയുകയായിരുന്നു. എന്തായാലും എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കാര്യസ്ഥൻ കൃഷ്ണേട്ടൻ്റെ മോള് മായയെ നിനക്കറിയാമല്ലോ. നല്ല കുട്ടിയാണ്. ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി എന്നത് ഒഴിച്ചാൽ ആ കുട്ടിക്ക് മറ്റു കുറവുകളൊന്നും തന്നെയില്ല. അല്ല, അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നുമില്ല. ഞാൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ടുണ്ട്. അവളെ നിനക്ക് എടുക്കാമെന്നാ ഞാൻ വിചാരിക്കുന്നത്, വത്സലാമ്മ അബിയോട് പറഞ്ഞു. അമ്മ എന്താണ് പറയുന്നത്? വീട്ടിലെ ജോലിക്കാരൻ്റെ മോളോ? അബി അമ്മയോട് ചോദിച്ചു. നീ കൂടെ കൊണ്ടു നടക്കുന്ന അവളെക്കാളും അന്തസ്സുണ്ടടാ ജോലിക്കാരൻ്റെ മോൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഏതൊരുത്തിയുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ അത് എൻ്റെ വീടിനും ഓഫീസിനും പുറത്ത്. അതല്ല, അച്ഛനും ഞാനും സമ്പാദിച്ച് കൂട്ടിയതൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അതിന് ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. വത്സലാമ്മ അവരുടെ സാരി തലപ്പുകൊണ്ട് 2 കണ്ണുകളും ഒപ്പിയ ശേഷം അബിയുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അബി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നാണം കെട്ട് തലയ്ക്ക് കൈകൊടുത്ത് അവിടെ ഇരുന്നു പോയി. അമ്മ ഇതൊക്കെ എങ്ങനെ? അമ്മയുടെ മുന്നിൽ താൻ എത്രയോ ചെറുതായിരിക്കുന്നു. നാണക്കേട് കൊണ്ട് അരമണിക്കൂർ നേരത്തേക്ക് അവന് തല പൊക്കാനേ കഴിഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞ് മൊബൈൽ റിംഗ് ചെയ്യുന്നത് കേട്ടാണ് അവൻ പിന്നെ തല ഉയർത്തിയത്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് അവളുടെ കോളായിരുന്നു, മിത്രയുടെ. കോൾ എടുക്കണോ വേണ്ടയോ എന്ന് അവൻ ഒരു വട്ടം സംശയിച്ചു. പിന്നെ അറ്റൻഡ് ചെയ്തു. ഹലോ മിത്ര, അബി അടഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു. എന്താ അബി വിളിക്കാതിരുന്നത്? അബി എപ്പോഴാ ഇറങ്ങുന്നത്? എനിക്ക് റെഡിയാവാനുള്ള സമയം ചോദിക്കാനായിരുന്നു. അബിയും മിത്രയും കൂടെ അന്ന് വയനാട്ടിലെ പുതിയ റിസോർട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. കൂടെ മിത്രയുടെ 2 ഫ്രണ്ട്സും അവരുടെ കാമുകന്മാരുമുണ്ട്. 3 പേരും കൂടെ ഒന്ന് പോയി അടിച്ചു പൊളിച്ച് വരാനിരിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടെ ഇറങ്ങാമെന്നാണ് അബി അവളോട് പറഞ്ഞിരുന്നത്. ആ കാര്യം ചോദിക്കാനാണ് മിത്ര ഇപ്പോൾ വിളിച്ചത്. അത് മിത്ര, ഞാൻ കുറച്ച് തിരക്കിലാണ്, അബി അവളോട് പറഞ്ഞു. എന്ത് തിരക്ക് അബി? ഞാൻ ക്ലൈമറ്റ് നോക്കി. വയനാട്ടിൽ നല്ല മഴ ആണെന്നാ പറഞ്ഞത്. എനിക്ക് അവിടെ ചെന്ന് കുറേ നേരം നിന്റെ ഒപ്പം ഇരിക്കണം. ഡ്രസ്സൊന്നുമില്ലാതെ കെട്ടിപ്പിടിച്ച് നിന്നോട് ചേർന്നിരിക്കണം. മിത്ര അബിയെ മയക്കിയെടുക്കാനായി കുറച്ച് മോശമായ രീതിയിൽ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിലും അവളുടെ ഒരു രീതി അങ്ങനെ തന്നെയായിരുന്നു. അബിയെ അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുതലാക്കിയെടുക്കാനും അവനെ അവളുടെ നിയന്ത്രണങ്ങളിൽ കൊണ്ടു നടക്കാനുമായി മാക്സിമം അവനോട് ചീത്ത രീതിയിൽ സംസാരിക്കുകയും ചീത്ത രീതിയിൽ സമീപിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മൂഡ് മാറി വരുന്നതായി അവൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അബിക്ക് വയനാട്ടിലേക്ക് വരാൻ കുറച്ച് താല്പര്യക്കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ അവളുടെ രീതിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. നീ എന്തായാലും ആ പോക്ക് വിളിച്ച് ക്യാൻസൽ ചെയ്തേക്ക് മിത്ര. നമുക്ക് 2 ദിവസം കഴിഞ്ഞു പോകാം. ഞാൻ വൈകിട്ട് എന്തായാലും നിന്നെ കാണാൻ വരുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അബി അവളോട് പറഞ്ഞു. അവൻ്റെ മൂഡ് എന്തോ ശരിയല്ലെന്ന് അവൾക്കപ്പോൾ തോന്നി. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, മിത്ര പറഞ്ഞു. ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അമ്മയുണ്ട്, അബി പറഞ്ഞു. അതിനെന്താ, അമ്മയുള്ളപ്പോൾ തന്നെ എത്ര വട്ടം ഞാൻ അവിടെ വന്നിരിക്കുന്നു. നമുക്ക് സംഗമിക്കാൻ നിന്റെ ക്യാബിൻ തന്നെ ധാരാളമല്ലേ അബി? മിത്ര അവനോട് ചോദിച്ചു. അത് വേണ്ട മിത്ര, ഞാൻ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാം. നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അമ്മ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. ഞാൻ നിന്നെ വിളിക്കാം. അബി അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ അബി അന്ന് വൈകുന്നേരം മിത്രയെ ചെന്ന് കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് ആകെ കലി കയറി.
അവൾ അവൻ്റെ നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപ്പോൾ. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല മിത്ര. അമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അഭി പറഞ്ഞു. എന്നിട്ട് നീ അതും കേട്ട് വാ പൊളിച്ചു നിന്നു അല്ലേ? നിനക്ക് പറയാമായിരുന്നില്ലേ നല്ല രണ്ടെണ്ണം നിന്റെ തള്ളയോട്? മിത്ര അവനോട് ചോദിച്ചു. ഞാൻ പറയാഞ്ഞിട്ടല്ല മിത്ര, ഞാൻ പറഞ്ഞു നോക്കി. എന്നിട്ടോ നീ എന്നെ വിട്ടു വേറൊരു ബന്ധത്തിന് പോകുവാണല്ലേ? മിത്ര ചോദിച്ചു. അഭി കൈവിട്ടു പോകുമോ എന്ന ഭയം അവളെ അലട്ടിത്തുടങ്ങി. അവളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തീർത്തും മറ്റൊന്നായിരുന്നു. അവനെ വൃത്തികെട്ട പല രീതിയിലും വളച്ചെടുത്ത് അവൾ ആവശ്യത്തിലധികം പണം അവനിൽ നിന്ന് തട്ടുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരവും മാറും കാണിച്ച് അവനെ വളച്ചെടുത്ത് അവനൊപ്പം റൂം ഷെയർ ചെയ്ത് അവനിൽ നിന്നും തട്ടിയെടുക്കുന്ന വലിയ എമൗണ്ടുകളുമായി സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അങ്ങനെ വളർന്നു വളർന്നാണ് ആ ബന്ധം അവൻ്റെ വീട്ടിലെ അവൻ്റെ കിടപ്പറയിൽ വരെ എത്തിയത്. വത്സലാമ്മ പറഞ്ഞതുപോലെ തന്നെ സംസ്കാരവും മാന്യതയും തൊട്ടു തീണ്ടാത്തവളായിരുന്നു അവൾ. അവളുടെ അച്ഛനും അവൾക്ക് ഇതിനൊക്കെ സപ്പോർട്ടായിരുന്നു. അഭിയുടെ സ്വത്തുക്കളിൽ തന്നെയായിരുന്നു അയാളുടെയും നോട്ടം. അതിനൊക്കെ പെട്ടെന്ന് ഒരു പാളിച്ച പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മിത്രയ്ക്ക് അവളുടെ ദേഷ്യത്തെ അടക്കാനായില്ല. എന്നാൽ അഭി ശാന്തനായിരുന്നു. അവൻ കാറിൽ ഇരുന്നു കൊണ്ട് അവളുടെ കൈ പിടിച്ചു. എന്നിട്ട് ശക്തമായി ഒന്ന് മുറുക്കിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു. മിത്ര പ്ലീസ്, അമ്മയോ എന്നെ മനസ്സിലാക്കുന്നില്ല. നീയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരാഴ്ചയാണ് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള സമയം. ഞാനിപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ സ്വത്തുക്കളൊക്കെ മറ്റാർക്കെങ്കിലും എഴുതി വെക്കും. ഒരുപക്ഷെ ചേച്ചിക്ക് തന്നെ ആയിരിക്കും അത്. അമ്മയുടെയും അച്ഛൻ്റെയും പേരിലാണ് എല്ലാം. അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടപ്രകാരമോ കാലശേഷമോ അത് എനിക്കും ചേച്ചിക്കും ഒരുപോലെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നോടുള്ള വാശിക്ക് എല്ലാം ചേച്ചിയുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവളായിട്ട് തിരിച്ച് എഴുതി തരാതെ നമുക്കൊന്നും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ കാലമാണ്. അവളുടെ പേരിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോടികളൊക്കെ അവൾ എനിക്ക് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലാതെ റോഡിൽ അലയേണ്ടി വരും ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ നടക്കുന്ന നിനക്കെന്തെങ്കിലും കിട്ടാനുണ്ടോ? നീയും ഞാനും ഒരുപോലെ ഒന്നുമില്ലാത്തവരായി മാറും. തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് മിണ്ടാതെ ഒന്ന് നിന്നാൽ സ്വത്തുക്കളൊക്കെ എനിക്ക് തന്നെ വാങ്ങിച്ചെടുക്കാം. എൻ്റെ മനസ്സ് പറയുന്നു. അമ്മ പറഞ്ഞ ബന്ധത്തിന് ഞാൻ സമ്മതിച്ചാൽ ചിലപ്പോൾ അമ്മയായിട്ട് തന്നെ എനിക്കൊക്കെ എഴുതി തന്നേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. 6 മാസമോ 1 കൊല്ലമോ അതിനുള്ളിൽ വലിച്ചെറിയും ഞാൻ അവളെ. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ്, നീ പറയാറുള്ളത് പോലെ ദൂരത്ത് എവിടെയെങ്കിലും സെറ്റിൽഡായി അടിച്ചു പൊളിച്ചു കഴിയാം. അതിന് നീ സമ്മതിക്കണം. അഭി പറയുന്ന കാര്യങ്ങൾ മിത്ര ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അവൻ പറഞ്ഞു വരുന്നതിലും കാര്യമുണ്ടെന്ന് അപ്പോൾ അവൾക്ക് തോന്നി. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവനിപ്പോൾ ഇറങ്ങി വന്നാൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടില്ല. ഒന്നുമില്ലാതെ വെറും കൈയായിട്ട് വരുന്ന അവനെ പിന്നെ എനിക്കെന്തിനാ? എനിക്ക് ക്യാഷുള്ള വേറെ ആരെയെങ്കിലും നോക്കിയാൽ പോരെ? അതല്ല, അവൻ്റെ അമ്മ പറഞ്ഞതുപോലെ കല്യാണത്തിന് സമ്മതിച്ചാൽ ആ തള്ളയ്ക്ക് അവനോട് കുറച്ച് സ്നേഹം തോന്നുമായിരിക്കും. അവൻ പറഞ്ഞ പോലെ എല്ലാം വാങ്ങിച്ചെടുക്കാൻ പറ്റാനും മതി. എന്തുകൊണ്ടും അവൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നി. മിത്രയുടെ അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യഭാവം പെട്ടെന്ന് മാറി. എനിക്ക് മനസ്സിലാവും അഭി, നിന്റെ വിഷമം എത്രയാണെന്ന് മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും. നിന്നെ മറ്റൊരുത്തിയുടെ ഭർത്താവായി കാണേണ്ടി വരുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന് അറിയാമോ? എന്നാലും സാരമില്ല. നീ പറയുന്നത് പോലെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അതാണ് നല്ലത്. നിന്റെ കൂടെ എങ്ങനെ ജീവിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നെ നേടിയെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നീ ഒന്നുമില്ലാത്തവനായി മാറരുത്. അമ്മ പറഞ്ഞ പോലെ നിന്റെ വിവാഹം നടക്കട്ടെ. പക്ഷേ ഞാൻ എന്നും നിന്നെ വിളിക്കും. നീ എന്നെ എന്നും കാണാൻ വരികയും വിളിക്കുകയും വേണം. മിത്ര പറഞ്ഞു. ഞാൻ കാണാൻ വരികയും വിളിക്കുകയും ഒക്കെ ചെയ്യും. അവരാരും അറിയാതിരുന്നാ പോരെ. തൽക്കാലം ഇത് നടക്കട്ടെ. മറ്റൊരുത്തിയെ താലി ചാർത്തുമെന്നല്ലാതെ എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ട് അഭി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ അപ്പോൾ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞു. അഭിയുടെ മനസ്സ് നിറയെ അപ്പോൾ മിത്രയോടുള്ള സ്നേഹം തന്നെയായിരുന്നു. എന്നാൽ മിത്രയുടെ മനസ്സിൽ അപ്പോൾ അഭിയോടും വീട്ടുകാരോടുമുള്ള ദേഷ്യവും വെറുപ്പുമായിരുന്നു. അതിനപ്പുറത്ത് അവൻ്റെ ക്യാഷിനോടുള്ള ആർത്തിയും. മിത്രയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ അഭി കല്യാണത്തിന് സമ്മതം അറിയിച്ചപ്പോഴാണ് വത്സലാമ്മയ്ക്ക് ശ്വാസം നേരെ വീണ പോലെ തോന്നിയത്. സ്വത്തൊന്നും തരില്ല, അവിടെ നിന്നിറങ്ങേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ അവൻ സമ്മതം മൂളിയതാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാലും അവൻ ആ കാര്യത്തിന് സമ്മതിച്ചത് ഓർത്തപ്പോൾ അവർക്ക് എത്രയോ ആശ്വാസമായി. മായയെപ്പോലെ ഒരു കുട്ടി അവൾ വന്നു കയറിയാൽ അവൻ്റെ ജീവിതം പതിയെ മാറിത്തുടങ്ങുമെന്ന് അവർക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. എത്രയൊക്കെ വഴിതെറ്റി നടക്കുന്നവനാണെന്ന് പറഞ്ഞാലും അവളെപ്പോലൊരു കുട്ടിയുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ, അവളെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ മാറും. അഭി എന്ന് പറയുന്നത് അത്ര മോശക്കാരനൊന്നുമല്ല എന്ന് വത്സലാമ്മയ്ക്ക് അറിയാമായിരുന്നു. ഉള്ളിൽ സ്നേഹവും കനിവും ഒക്കെ ഉള്ളവനാണ്. പക്ഷെ എങ്ങനെയോ അവൾക്ക് അവനെ വളച്ചെടുക്കാൻ കഴിഞ്ഞു. അവളുടെ ചതിയിൽ അവൻ പെട്ടുപോയതാണ്.
അവൻ അതിൽ നിന്ന് മാറി വരും. അവരുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. പിറ്റേ ആഴ്ച, അഭിയുടെയും മായയുടെയും വിവാഹ ദിവസം. വലിയ താല്പര്യമില്ലാതെയാണ് അഭി വിവാഹത്തിന് ഒരുങ്ങിയത്. ക്രീം കളർ ഷർട്ടും മുണ്ടും ധരിച്ച് അവൻ്റെ റൂമിലിരുന്ന് മിത്രയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ചേച്ചിയും അളിയനും അങ്ങോട്ട് കടന്നു വന്നത്. ഐ കോൾ യു ലേറ്റർ. അവരെ കണ്ടതും അഭി വേഗം കോൾ കട്ട് ചെയ്തു. നിങ്ങൾ എപ്പോ എത്തി? അഭി വലിയ താല്പര്യമില്ലാതെ അവരോട് ചോദിച്ചു. ഇതാ വന്നു കയറിയതേയുള്ളൂ, അളിയനാണ് പറഞ്ഞത്. നീ അത് കൊടുത്തേ? അളിയൻ അത് പറഞ്ഞുകൊണ്ട് അഭിയുടെ ചേച്ചിയായ അഖിലയെ നോക്കി. അഖിലയുടെ കയ്യിൽ അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് പൊതി ഉണ്ടായിരുന്നു. അഖില ആ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു ഗോൾഡിന്റെ ബോക്സ് ആയിരുന്നു. അവൾ അതിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് എടുത്തുകൊണ്ട് അഭിയോട് പറഞ്ഞു. ഞങ്ങൾ വരുന്ന വഴി വാങ്ങിച്ചതാണ്. താലിച്ചെയിൻ ഞങ്ങളുടെ വകയായിട്ട് വാങ്ങണമെന്ന് കരുതിയിരുന്നു. പക്ഷേ അതൊക്കെ വാങ്ങി റെഡിയായെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. ഇത് നിനക്ക് ഞങ്ങളുടെ വക കല്യാണ സമ്മാനം. അഖില അത് പറഞ്ഞുകൊണ്ട് അഭിക്ക് അരികിലേക്ക് ചെന്നു. നീ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. അഖില പറഞ്ഞപ്പോൾ അഭി ചേച്ചിയെയും അളിയനെയും ഒന്ന് നോക്കി. വലിയ താല്പര്യമില്ലാതെ ആണെങ്കിലും അഭി അവൾക്ക് നേരെ കൈ നീട്ടിക്കൊടുത്തു. അഖില ആ ബ്രേസ്ലെറ്റ് അവൻ്റെ കയ്യിൽ അണിയിച്ചു. നിനക്ക് സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി അഭി അഖിലയോട് ചോദിച്ചു. ഒരു കുഴപ്പവുമില്ല, കുഞ്ഞ് ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അതുപോലെ ഇന്നു മുതൽ നിന്റെ ജീവിതവും അങ്ങനെയാകട്ടെ. അഖില ചിരിച്ചുകൊണ്ടാണ് അഭിയോട് അത് പറഞ്ഞത്. അഭിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു പുച്ഛച്ചിരിയായിരുന്നു വന്നത്. അമ്മ ഇങ്ങനെ എടുപിടി എന്നും പറഞ്ഞ് ആർഭാടങ്ങളൊന്നുമില്ലാതെ എൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചതിൽ നിങ്ങൾക്കാർക്കും ഒരു വിഷമവുമില്ലേ? അഭി ചേച്ചിയോടും അളിയനോടും ചോദിച്ചു. എന്തിനു വിഷമിക്കണം, നല്ല കാര്യമല്ലേ. ആർഭാടമൊന്നുമല്ലടാ വലുത്. മുന്നോട്ടുള്ള ജീവിതവും പാർട്ട്നേഴ്സ് തമ്മിലുള്ള സ്നേഹവും കരുതലും ഒക്കെയാണ് ഒരു ബന്ധത്തിൻ്റെ ആഴം നിശ്ചയിക്കുന്നത്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. അഖില അവനെ നോക്കി ചിരിച്ചു. നല്ല കാര്യമാണ് അളിയ. ശരിക്കും ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കാണ് വല്ലാത്ത സന്തോഷം തോന്നിയത്. അളിയൻ അപ്പോൾ അഭിയോട് പറഞ്ഞു. അല്ല, എൻ്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങളുടെ ബാങ്കിലെ വെറുമൊരു ജീവനക്കാരനായ എനിക്ക് ഇവളെ തരുമ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയും എൻ്റെ സാമ്പത്തികമോ ചുറ്റുപാടോ ഒന്നും നോക്കിയിരുന്നില്ല. ഇവളെന്നെ ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ടും അന്വേഷിച്ചപ്പോൾ ഞാൻ വലിയ കുഴപ്പക്കാരനല്ല എന്ന് അറിഞ്ഞതുകൊണ്ടും കണ്ണും പൂട്ടി അവരെനിക്ക് ഇവളെ പിടിച്ചു തന്നു. നിറഞ്ഞ മനസ്സോടെയാണ് അവരെനിക്ക് ഇവളെ തന്നത്. വേറെ വല്ലവരുമാണെങ്കിൽ ചെയ്യുമോ? ഇത്രയും സ്വത്തുള്ള, ഇത്രയും കാശുകാരായ നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് തരാൻ ഏതെങ്കിലും അച്ഛനും അമ്മയും തയ്യാറാവുമോ? നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറെ താഴ്ന്നവനായിട്ട് കൂടി അതിൻ്റെ ഒരു അവഗണനയും അച്ഛനും അമ്മയും ഇന്നുവരെ എന്നോട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ കൂടെയില്ലെങ്കിലും അച്ഛനെ ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്, അളിയൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആത്മാവും ഇപ്പോൾ സന്തോഷത്തിൽ തന്നെയായിരിക്കും, അഖിലയും പറഞ്ഞു. രണ്ടുപേരും അത് പറഞ്ഞു കേട്ടപ്പോൾ അഭിക്ക് പെട്ടെന്ന് വല്ലാത്ത കുറ്റബോധം തോന്നി. അളിയൻ അച്ഛനെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറഞ്ഞു. അളിയൻ പറഞ്ഞതൊക്കെ ശരിയാണ്. അച്ഛൻ അത്രയും നല്ല മനുഷ്യനായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അബി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വരുന്ന അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ മുഖമാണ് അവനപ്പോൾ മനസ്സിലേക്ക് വന്നത്. കൂട്ടത്തിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവനാകെ വല്ലാതെയായി. ആ അച്ഛൻ്റെ ആത്മാവ് ഉറങ്ങുന്ന വീട്ടിലാണല്ലോ ഞാൻ അവളെയും കൂട്ടി വന്നത് എന്ന് ആലോചിച്ചപ്പോൾ അവനെന്തോ വല്ലായ്മ തോന്നി. മിത്രയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അവളുമായിട്ടൊരു ചീത്ത ബന്ധം അത് വീട്ടിൽ വെച്ച് വേണ്ടായിരുന്നു എന്ന് അവനപ്പോൾ തോന്നി തുടങ്ങിയിരുന്നു. അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി. തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു ചടങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തത്. ആർഭാടങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അഭിയുടെ വീട്ടിൽ നിന്ന് ഇവരൊക്കെയും മായയുടെ ഭാഗത്തു നിന്നും മായയുടെ അച്ഛനും ഏറ്റവും അടുത്ത 2-3 ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുവപ്പ് ബ്ലൗസും കേരള സെറ്റിൻ്റെ സാരിയുമായിരുന്നു മായയുടെ വേഷം. വലിയ ആർഭാടങ്ങളും ആഭരണങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിലും ആ വേഷത്തിൽ അവളെ കാണാൻ അതിസുന്ദരിയായിരുന്നു. വെള്ള ഷർട്ടിലും മുണ്ടിലും അഭിയും സുന്ദരൻ തന്നെയായിരുന്നു. ക്ഷേത്രത്തിലെത്തി മായയെ കണ്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് അഭി നേരിട്ട് നോക്കിയില്ല. എങ്കിലും കൃഷ്ണേട്ടൻ്റെ കൂടെയൊക്കെ വന്ന് പണ്ടൊക്കെ അവളെ കുറെ കണ്ടിട്ടുണ്ട്. അത്ര മോശം കുട്ടിയൊന്നുമല്ല അവളെന്ന് അവനറിയാമായിരുന്നു. എങ്കിലും മനസ്സിൽ അമ്മയോടുള്ള ദേഷ്യവും വെറുപ്പും മിത്രയോടുള്ള അമിത സ്നേഹവും കാരണം അവന് മായയെ ഒന്ന് നോക്കാൻ പോലും തോന്നിയില്ല. സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം അമ്മ പറയുന്നത് കേട്ട് ചലിക്കുന്ന ഒരു പാവ പോലെ മനസ്സില്ലാ മനസ്സോടെ അവൻ മായയുടെ കഴുത്തിൽ അവൻ്റെ താലി അണിയിച്ചു. താലികെട്ട് കഴിഞ്ഞ് അവളുടെ നെറുകിൽ അണിയിക്കാനായി കുങ്കുമച്ചെപ്പ് പൂജാരി അഭിക്ക് നേരെ നീട്ടി.
അപ്പോഴാണ് മായ അവന്റെ മുഖത്തേക്ക് നോക്കിയത്. നെറുകിൽ കുങ്കുമം അണിയിക്കുമ്പോൾ അവനും ഒന്ന് അവളെ നോക്കിപ്പോയി. അതുവരെ തല താഴ്ത്തി നിന്നിരുന്ന അവളുടെ മുഖം അങ്ങനെ കണ്ടതും അഭി ഒരു നിമിഷം അമ്പരന്നു പോയി. അത്രമേൽ സുന്ദരിയായിരുന്നു മായ. ഒപ്പം ദൈവികത്വം തുളുമ്പുന്ന നിഷ്കളങ്കമായ മുഖവും. കല്യാണവേഷത്തിൽ അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഒരു ദേവത പോലെ. ആരുടെയും നോട്ടം പിടിച്ചെടുക്കാൻ കഴിയുന്ന അത്രയും ഭംഗി. ചന്ദനക്കളർ സാരിക്കും ആർഭാടമില്ലാത്ത സ്വർണങ്ങൾക്കും ഒപ്പം നെറുകിൽ സിന്ദൂരം കൂടെ പടർന്നപ്പോൾ അവൾ ഈ ലോകത്തേക്ക് വെച്ച് തന്നെ ഏറ്റവും സുന്ദരിയാകുന്ന പോലെ അവന് തോന്നി. താൻ സ്നേഹിച്ച മിത്രയേക്കാൾ 10 മടങ്ങ് സുന്ദരി. ഒരു നിമിഷം അഭിക്ക് അവളിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയാത്ത പോലെ തോന്നി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി.